നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായി പുതിയതായി തിരഞ്ഞെടുത്ത മാർപ്പാപ്പയ്ക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങാം. പണ്ടൊരിക്കൽ ഒരു രാജാവിൻ്റെ അടുത്ത് അവിടുത്തെ പ്യൂൺ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരൻ പരാതി പറഞ്ഞു. രാജാവേ, ഞാൻ വളരെ നേരത്തെ ഓഫീസിലെത്തും, വളരെ വൈകിയാണ് പോകുന്നത്. മന്ത്രി വളരെ വൈകി വരും, വളരെ നേരത്തെ പോകും. എനിക്കും ശമ്പളം വെച്ച് നോക്കും, മന്ത്രിയുടെ പത്രമൊന്നും പോലുമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അത് എനിക്കും തോന്നായികയില്ല. ശരി, ആ പോകുന്ന എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്നോടൊന്ന് എങ്ങി നോക്കി. എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? അത് കുറച്ച് കാളവണ്ടിയാണ് തോന്നി. ഓക്കെ, ശരി. മന്ത്രി വിളിച്ചു. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു. മന്ത്രി അവിടെ ചെന്ന് എല്ലാം വിശദമായി അന്വേഷിച്ച്, അപ്പോൾ അവർ കുറേ ധാന്യമാണ് കൊണ്ടുപോകുന്നത്, അതൊരു വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഷോർട്ടേജുള്ള സമയമാണ്, അത് നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് നമുക്ക് 4 ഇരട്ടി ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ആ ബിസിനസ് ഡീൽ ഉറപ്പിച്ചു വന്നു. അങ്ങനെ ഖജനാവിലേക്ക് 4 ഇരട്ടി ലാഭം കിട്ടി. അപ്പോൾ രാജാവ് ഈ പ്യൂണിനെ വിളിച്ചു. കണ്ടോ, ഇതാണ് നിങ്ങൾ തമ്മിൽ വ്യത്യാസം. നിങ്ങൾ നോക്കിയപ്പോൾ എന്താണ്, അത് കുറേ കാളവണ്ടിയാണ്, പഴയ ചരിത്രത്തിൽ കാളവണ്ടിട്ടല്ല, ഇപ്പോൾ ലോറിയിൽ പോലും. അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞ പോലെയാണ്. ലിജുവിന് ഈഴ വിഭാഗത്തിൽ ലിജുവിന് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല, ഈഴവർക്ക് കിട്ടിയില്ല. അത് യോഗനാഥവും കർള കൗമുദിയും നിരന്തരമായിട്ട് പരാതി പറയുന്നുണ്ട്. നമ്മുടെ KPC പ്രസിഡന്റ് മാറ്റിയ ശേഷം ന്യായ പരാതിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, യോഗനാഥവും കേരള കൗമുദിയും ഒക്കെ 23% ജനസംഖ്യയുണ്ട് കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ഈഴവരാണെന്നാണ് പറയുന്നത്. ആ കണക്ക് തെറ്റാണ്. ഇപ്പോൾ 33% കൂടുതൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരാണ് നമ്പർ 1. എന്തുവാകട്ടെ, ഈ 23% എത്ര ശതമാനം വോട്ട് UDF ഉണ്ട് സാർ? ഞാൻ യോഗനാഥിന് വെള്ളാപ്പള്ളിയോടും കേരള കൗമുദിയോടും പണ്ട് മണിസാർക്ക് മരിച്ചുമില്ല, ഇപ്പോൾ തലമുറ മാറിയല്ലോ. ഒന്ന് ചോദിക്കട്ടെ, 23% വോട്ട് ജനസംഖ്യയുള്ള കേരളത്തിൽ ഈഴ വിഭാഗത്തിൽ എത്ര ശതമാനം വോട്ട് UDFനുണ്ട്? 80% വോട്ടും LDFനാണ്. ഈ വരുന്ന ഇലക്ഷനിൽ വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 90% ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കി 10% വോട്ട് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പറയും കോടതി പോയതും ഇവിടുത്തെ ക്രിസ്തീയ സഭയാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും ശക്തി വരില്ല, ഈ ജനസംഖ്യാനുപാതിക സംവരണത്തൊന്നും ഇത്രയും വരില്ല. അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഓരോ ലീഡർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 50% വോട്ടെങ്കിലും, ഒരു 40% വോട്ടെങ്കിലും കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും കിട്ടണം. അത് അടൂർ പ്രകാശ് സാധിക്കുന്നുണ്ടോ? അടൂർ പ്രകാശ് എവിടെ പോയി മത്സരിക്കുകയാണെങ്കിൽ അവിടെ പുള്ളി ജയിക്കാൻ നോക്കും. അത് വേറെ തന്ത്രമാണ്, അത് ബിസിനസ് തന്ത്രമാണ്. പിന്നെ അടൂർ പ്രകാശിനെ പ്രസിഡന്റാക്കിയില്ല പരാതി പറഞ്ഞു. നിങ്ങൾ തന്നെ ആള് VM സുധീരനെ പറഞ്ഞു അത് അബ്കാരി ബിസിനസ്സാണ്. അബ്കാരി ബിസിനസ് ഉള്ള ഒരാൾ KPC പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ? ചോദ്യമല്ലേ ഇത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ടും നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ കൂടി ഉണ്ടാക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് നിൽക്കുമ്പോൾ. കമ്മ്യൂണിസ്റ്റ് നിൽക്കുമ്പോൾ വ്യക്തി സ്വഭാവമൊന്നുമില്ല, വെറും ഒരു ആഠ്യത്വം അല്ലെങ്കിൽ അതാണ് ധാർഷ്ട്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പാർട്ടി കൂറ് മാത്രം മതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, വേറെ ഒന്നും അവിടെ ആവശ്യമില്ല. ജാതി മതം ഒന്നുമല്ല, പാർട്ടി കൂറ് വേണം, നേതാവിൻ്റെ കൂറ് കാണിക്കണം, അല്ലെങ്കിൽ പാർട്ടി കൂറ് കാണിക്കണം. കോൺഗ്രസ് പോരാ, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ആൾക്കൂട്ട പാർട്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് ആക്കരുത്. അപ്പം അടൂർ പ്രകാശ് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരാ. നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു 40% വോട്ട് UDF വാങ്ങിച്ചെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾ 10-12 സീറ്റ് കൊടുത്തിട്ട് ഒരു സീറ്റേ ജയിച്ചിട്ടുള്ളൂ. ബാബു, അത് ജയമല്ല, അതൊരു പിടിച്ചോറി പോലെയാണല്ലോ. സംഗതി ശരിയാണ്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പരാതി പറഞ്ഞ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ നിങ്ങൾ മാതൃക കാണിക്കണം പല കാര്യത്തിലും. ഈ കോൺഗ്രസ് രാഷ്ട്രീയവും നാട് ഭരിക്കാനും വരുമ്പോൾ നിങ്ങൾ അബ്കാരി ബിസിനസ് മാറ്റി വയ്ക്കണം. അബ്കാരി ബിസിനസ് പലരും ഉണ്ട്, അതവർ ചെയ്യട്ടെ.
ഈ അബ്കാരി ബിസിനസ്സിനും കോൺഗ്രസ് നേതൃത്വം ഒന്നും ഒരുമിച്ച് പോകില്ല സർ. അതുപോലെ ലിജു എന്നിട്ടും കൺവീനർ സ്ഥാനം കൊടുത്തു. നിങ്ങളേക്ക് അർഹതയുള്ള പലവരുണ്ട് കേരളത്തിൽ ഈഴവ ബാധ്യത. ഈ ലിജുവിനാണ് കൊടുക്കേണ്ടിരുന്നത്. ലിജു മിടുക്കനാണ്, കുഴപ്പക്കാരനല്ല. ലിജു അത് ശരിക്കും കൈ ചെയ്യുമായിരുന്നു. പക്ഷെ ലിജുവിന് കൊടുത്തപ്പോൾ പിന്നെ ലിജുവിന് കൊടുത്തിട്ട് ഇയാളെ ഒഴിവാക്കിയാൽ അടൂർ പ്രകാശ് ഒഴിവാക്കിയാലല്ലോ, അപ്പം അടൂർ പ്രകാശ് ഇടപെടും, കൗമുദി ഇടപെടും, ലോകനാഥ് ഇടപെടും, ഇയാളെ ഒഴിവാക്കിയെന്നു. വാസ്തവത്തിൽ കോൺഗ്രസിന് മാനാഭിമാനം ഉണ്ടായിരുന്നല്ലോ. ആ ലിജുവിനെ പോലും ചെറുപ്പക്കാരൻ കൊടുക്കണ്ടേ? ഈ കോടീശ്വരായ അബ്കാരിക്കാരനെ അല്ല കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് സീറ്റ് കൊടുത്താൽ പുള്ളി ജയിച്ചെടുക്കും. അത് പണത്തിന്റെ ഇതാണ്, ഉങ്കാണ്. അദ്ദേഹത്തെ വ്യക്തി കഴിവൊന്നുമില്ല. അദ്ദേഹവും ഉമ്മൻചാണ്ടിയും ട്രിവാൻഡ്രത്തുള്ള ഒരു ശിവാസ് ഒരു നായരും ഒരു ചോരും ഒരു മാപ്പിളും കൂടി ചേർന്നാണ് 2 വർഷം മുമ്പുള്ള ഈ മുന്നണി അങ്ങോട്ട് തകർത്ത് കളഞ്ഞത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പഠിത്തം എന്താണോ കാക്ക, എന്താണ് മാപ്പിള, എന്തോട് നായര് കുഴപ്പം? ഇബ്രാഹിം കുട്ടി PWD വകുപ്പ് എന്തായിരുന്നു കുഴപ്പം? നിങ്ങളെല്ലാവരും കലിക്ക് അവസാനം ഉമ്മൻചാണ്ടി വിചാരിച്ച പോലെ. കാരണം അന്ന് UDF അധികാരത്തിൽ വന്നാൽ VM സുധീരനോ അല്ലെങ്കിൽ രമേശോ മുഖ്യമന്ത്രിയാവും. ഉമ്മൻചാണ്ടി സരിത കേസിൽ കയറി കിടക്കണം കോടതി. കരുണാകരനെ പോലും വെല്ലുന്ന യുക്തിയല്ല, ഒരു കുതന്ത്രമുള്ള ആളാണ് ഉമ്മൻചാണ്ടി. മരിച്ചും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഉമ്മൻചാണ്ടി സമ്മതിക്കുമോ? അപ്പൊ അദ്ദേഹം കപ്പിൽ അങ്ങോട്ട് മുക്കി. എങ്ങനെ കപ്പിൽ മുക്കി? ഇലക്ഷൻ പ്രഖ്യാപിച്ചായിട്ട് 800ഓളം കടുപിട്ട് ജനദ്രോഹ നിയമം ഉണ്ടാക്കി. അത് ഈ അടൂർ പ്രകാശ് കണ്ടത് കൂടെ. ഈ പറഞ്ഞ മറ്റു മന്ത്രി ഉണ്ടായല്ലോ, ട്രിവാൻഡ്രത്തെ ശിവദാസനാണ്, നായൊരു മന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യമന്ത്രി. ശിവദാസനല്ല, വേറെ പേരാണത്, ശശി. അപ്പൊ അവർ 3 കണ്ട് ഒത്തുവിണങ്ങൾ മുക്കി അങ്ങോട്ട്. മനസ്സിലായില്ലേ? മുക്കിയത് അച്യുതാന്റെ കയ്യിലല്ല കൊടുത്തത്, പിണറായിയുടെ കയ്യിലാ. ഇനി അവിടെ തിരിച്ചെടുക്കാൻ അല്പം പാടാണ്. മുഖ്യങ്ങളും ഒക്കെ കുഴപ്പമില്ല, അടൂർ പ്രകാശ് കുഴപ്പമില്ല, MP ഒക്കെ ആയി. മറ്റേയാള് മറ്റേ ഉമ്മൻചാണ്ടി മരിച്ചു പോയി. കേരള ജനത അതിന്റെ തീക്താനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി പോയി, മാണിയൊക്കെ പോയി. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ജനസംഖ്യക്ക് ഉള്ള വോട്ടർമാരിൽ ഒരു 40% വോട്ട് ഇത് ചെയ്യണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പോയിട്ട് പറയില്ല. മുസ്ലിം ലീഗിന് 3 മുസ്ലിങ്ങളുടെ സപ്പോർട്ടുള്ളൂ, അതവർ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ബാക്കി 3-2 ഭാഗം പുറത്ത് കിടക്കാണ്. അവരെ നിങ്ങൾ അംഗീകരിക്കണം. അവരെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് 2 പ്രാവശ്യം ഭരണം പോയത്. അല്ല ശബരിമലയുടെ ഗുണം കൊണ്ടോ ദൂഷം കൊണ്ടല്ല. ഞാൻ ശബരിമല പോഴ്ചല് ഇകഴ്ത്തി പറയല്ല. അന്ന് എന്താണ് മുല്ലപ്പള്ളി പറഞ്ഞു ശബരിമല പിന്നെ എൻ്റെ കഴിവാണ് അന്ന് കോൺഗ്രസ് ജയിച്ചത്. അങ്ങനെയാണ് എൻ്റെ മുല്ലപ്പള്ളി വയസ്സ് 98 ആയില്ലോ, ഇപ്പോഴും മുഖ്യത നടക്കല്ലേ. നിങ്ങളെ 2 പ്രാവശ്യം ലോക്കൽ ബോഡി ഇലക്ഷനിൽ തോപ്പിയിട്ട് എങ്ങനെയിടൂ? മുല്ലപ്പള്ളി 2 പ്രാവശ്യം അസംബ്ലിയിൽ തോറ്റെങ്ങനെയിടൂ? അന്ന് ശബരിമല അവിടെ ഇല്ലേ? നിങ്ങളും ഇല്ലേ? അപ്പൊ നിങ്ങളുടെ കഴിവൊന്നും പറയരുത്. ജനങ്ങൾ ചില രീതി ഒത്തുവരും, അങ്ങനെ വരുന്നതാണ്. അത് ശരി വന്നല്ലോ. എന്നിട്ട് എന്ത് പറ്റി? അതാ പറഞ്ഞ അറബിക് സർവകലാശാല തുടങ്ങാൻ കൂട്ടുനിന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുകാർ കാലുവാരി വഞ്ചന കാണിച്ചു. അത് മാണിയും ഉമ്മൻചാണ്ടിയും അന്നത്തെ അച്ചായൻ്റെ അല്ല എന്താണ് ചീഫ് സെക്രട്ടറി 10 പൈസ അനുഭവിച്ചത് മാത്രമല്ല, അത് ഏറ്റവും ഉത്തരവാദിത്തം പറഞ്ഞിട്ട് ലീഗിനാണ്. ലീഗിന്റെ ഇന്നത്തെ കുഞ്ഞാക്കാനും ടീമിനെ പറയുന്നുണ്ട്. എന്നൊക്കെ അറിയോ? അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ്, ലീഗ് പറഞ്ഞാൽ കേൾക്കും. കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി, ലീഗ് പറഞ്ഞാൽ കേൾക്കും. എന്നിട്ട് എന്തോ ഇപ്പൊ ഈ ടി ബഷീറൊക്കെ ഇപ്പൊ നേതാവായി നടക്കണല്ലോ. നിങ്ങൾ എന്തോ അറബി സർവകലാശാല തുടങ്ങിയത്? 300 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ, ലോകത്ത് മുസ്ലിങ്ങൾ. 800 കോടികളിൽ 300ഓളം കോടിയുണ്ട്, 300 കോടിയുണ്ട്. അവർ അധികം ഉപയോഗിക്കുന്ന ഭാഷ അറബി ഭാഷ. ഇന്ത്യയിലാണെങ്കിലും ഒരുപടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അറബി ഭാഷ. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം കിട്ടുന്നത് മുസ്ലിങ്ങൾക്കല്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗം വഹിക്കുന്നതല്ല ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യാനിയും, അതായത് ഉയർന്ന ക്രിസ്ത്യാനിയും നായരുമാണ്. ഈഴവൻ എത്രയില്ല, അവർക്ക് നേട്ടം കിട്ടുള്ളൂ. അവരെ ഉന്നത ഉദ്യോഗം വഹിക്കുന്നവർ. എന്നിട്ട് അനുഭവിച്ചിൽ മാത്രം കളിയാക്കലായിരുന്നു. 3-4 പ്രാവശ്യം 10,000 ആൾക്കാർ ട്രിവാൻഡ്രത്ത് സെക്രട്ടറി മുമ്പിൽ ഒരു സമരത്തിൽ വന്ന് മലബാറിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രമല്ല, ഇത് എല്ലാവരും വരേണ്ടതാണ്, പക്ഷെ മുസ്ലിങ്ങൾ വന്നുള്ളൂ. എന്നിട്ട് ഈ കുഞ്ഞാക്കായും ഈ ഉമ്മൻചാണ്ടിയും മാണിയും ഈ ചീഫ് സെക്രട്ടറിയും പിന്നെ രമേശ് ചന്ദ്രനെ തിരിഞ്ഞ് നോക്കിയിൽ മാത്രം അവരെ കളിയാക്കി വിട്ടു. അന്ന് അവർ ശബ്ദം ചെയ്തു,
ഇനി നമ്മൾ സാധനം വരുന്നില്ല ഇലക്ഷൻ കാണുന്നത്. അങ്ങനെ ഒരു 2% വോട്ടുകൾ മാറി മുസ്ലിങ്ങളുടെ. 40% വോട്ടുണ്ട്. അതിൽ 2% മാറിയപ്പോൾ 60 സീറ്റിൽ ജയിക്കുന്നത് 500 2000 വോട്ട് കിടക്കാണ്. അപ്പോൾ 1001 വോട്ട് കിട്ടിയാൽ ഈ 60 സീറ്റ് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. അങ്ങനെ 99 സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടെന്ന് വർദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരോട് താല്പര്യം കാണിച്ചിട്ടോ ഒന്നും ക്രിസ്ത്യാനി വോട്ട് കിട്ടുന്നില്ല. ഇതാണ് കാരണം. ഇതൊന്നും ഇന്നും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ കാരണം ഞാൻ അടുത്ത ഉദാഹരണം പറയാം. പിന്നെ ഷിബി മേത്തറെ ഇന്ന് കേരളനാഥൻ പറഞ്ഞു, യോഗനാഥൻ പറഞ്ഞു, ഷിബി മേത്തർ കൊടുത്തു. വാസിൽ തെറ്റ് തന്നെയാണ്, ഞാൻ പറയാം, തെറ്റല്ലേ. അല്ലാതെ എത്ര യോഗ്യതയുള്ള സാധാരണക്കാരൻ്റെ ഇത് പാർട്ടി നേട്ടം കിട്ടുന്നത്. ഞാൻ പെണ്ണുപിള്ളി എന്നെ MP ആയിട്ട് തിരഞ്ഞെടുത്ത ശേഷം ഒരു പാർട്ടി ഗുണമില്ല, വെറുതെ ഷോ കാണിക്കാന്നല്ലാതെ. അയാൾ പണത്തിൻ്റെ കുഴപ്പം മാത്രമാണ്. അതിന് എത്ര കോടി മുടിക്കുന്ന അവർക്ക് വാങ്ങിയത് മാത്രമേ ഉള്ളൂ. അതിന് പറഞ്ഞ ഷിബി മേത്തർ കൊടുത്തല്ലാണ് സങ്കടം, ലിജുവിന് കൊടുത്തില്ലെന്നാ. എടോ, ഈ 40-40 എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, എവിടെയെങ്കിലും കൊടുക്കണ്ടേ. ഞാൻ ഈ സഭാ നേതൃത്വത്തോട് കാര്യം പറയാം. കഴിഞ്ഞ മുമ്പിലത്തെ പിന്നെ ഉണ്ടല്ലോ, അതായത് സ്ഥാനമാനങ്ങൾ KPCCയുടെ 125 സ്ഥാനമാനങ്ങളിൽ 90 സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് കിട്ടി. 10% നിങ്ങൾക്ക്, ബാക്കി 30 സീറ്റ് മറ്റാണ് ആകെ ഈ 90% കൊടുത്തത്. അതെന്താ കാരണം അറിയുമോ? ഞാൻ ഈ ബഹുജൻ സമാജ് പാർട്ടി പ്രവർത്തിച്ചപ്പോൾ ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് VV രാജുവൻ തമ്മിയുണ്ട്. പുള്ളി IAS കാരനാണ്. അദ്ദേഹം അത് ഞങ്ങൾക്ക് പോകുന്ന ശേഷം പുള്ളി BSP തുടങ്ങി. അവസാനം പുള്ളി ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. അതോടുകൂടി ബന്ധേ നിരോധിച്ചു കോടതി. ഇവര് ബന്ധില്ല പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമാശ VV രാജുവൻ തമ്മിൽ ബന്ദ് പ്രഖ്യാപിച്ചോടി ബന്ധേ നിരോധിച്ചു എന്ന് പറഞ്ഞാലേ, ഈ ഇവരെല്ലാം 90 സീറ്റും ഈ കൊടുത്തതിന് ശേഷം ഭരണം പോയത് മാത്രമല്ല MLA വരും. മന്ത്രിസഭ കിട്ടിയില്ല, 2 ടേം കഴിയാൻ പോണു. 2 കഴിയില്ല, ഇപ്പം അല്ലല്ലേ, ഇനി 3-ാം ടേം നോക്കണം. അതാ പറയുന്നത്, ഒരാൾ എല്ലാ കാലത്തേക്കും എല്ലാവരെയും കുറേ കാലത്തേക്കും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള എബ്രഹാം ലീഗിൻ്റെ ആ ഭാഷ കടമെടുത്ത് പറയട്ടെ. ഇതാണ് സത്യം. ഇത് കോൺഗ്രസ് മനസ്സിലായോ? പിന്നെ രാഹുൽ ഗാന്ധി കാര്യം പറയുമ്പോൾ, പ്രിയങ്ക കാര്യം പറയും, ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ. അതാണ് എന്തുകൊണ്ട് നമ്മുടെ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് പാർലമെന്റ് എത്തി. അത് നിങ്ങൾക്ക് മനസ്സിലായി ഇത്ര കാലമായിട്ട്. 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള വയനാട്ടിൽ നിന്ന് ഈസി വാക്കുകൾ ജയിച്ചു പോയില്ലേ രാഹുൽജി? എനിക്ക് അങ്ങോട്ട് ബഹുമാനം, ഞാൻ നിങ്ങൾ ആദരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഈ കോൺഗ്രസ് മനസ്സിലായോ? ഈ രമേശ് പിന്നെ എന്താണ് KC വേണുഗോപാൽ മനസ്സിലായോ? KC വേണുഗോപാലിനെ കുറിച്ച് ഇന്നൊരു ചാനൽ, എല്ലാം അവരുടെ സ്വന്തം ചാനൽ പുകഴ്ത്തി പറയിപ്പിക്കലാണല്ലോ. KC വേണുഗോപാൽ ഒരു കുഴപ്പം ചെയ്തില്ല. KC വേണുഗോപാൽ ഒരു കുഴപ്പം ചെയ്തില്ല, ഞാനും പറയാം. പക്ഷേ കുഴപ്പം രാഹുൽ ഗാന്ധിയാണ്. എന്താ കാര്യം അറിയോ? KC വേണുഗോപാലിൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ ആകെ 1002 ഭാഗമുള്ളൂ വോട്ട് ചോപ്പ്. 1002 ഭാഗമുള്ള KC കൊണ്ട് 2-ാം സ്ഥാനത്ത് എത്തി. 12-15% വോട്ടുള്ള ഇവിടെയുണ്ട്, എന്താണ് യാദവരുണ്ട്. അവർക്ക് മാന്യം ഒരു സീറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ ചെല്ലു പറയും KC വേണം ഹിന്ദു അല്ലേ, പിന്നെന്താ കുഴപ്പം? കുഴപ്പമില്ല. അങ്ങനെ 2% ബ്രാഹ്മിൻസ് കൊടുത്താൽ എന്താ കുഴപ്പം? വടക്കേന്ത്യ ബ്രാഹ്മണല്ലേ, 2% അവർ. അതിലൊരാളെ നിങ്ങൾ 2-ാം സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ 10-12% യാദവിൽ ആളെ വയ്ക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ 20% മുസ്ലിം ആളെ വയ്ക്കാൻ പാടില്ലേ? കുറേ കാലം നിങ്ങൾ വെച്ചല്ലോ. 2% ക്രിസ്ത്യാനി വെച്ചല്ലോ, അന്തോണി വെച്ചല്ലോ. കോൺഗ്രസ് തകർന്നില്ലേ? ഇവിടെ വടക്കേന്ത്യൻ രാഷ്ട്രീയം, വടക്കേന്ത്യയിൽ കോൺഗ്രസ്സുകാർക്ക് നിസ്സാരക്കാരൊന്നുമല്ല, വളരെ ബുദ്ധിയും ശക്തിയും യുക്തിയൊക്കെ ഉള്ളതാണ്. അവർ വിചാരിച്ചാൽ പൊട്ടിക്കാനും പറ്റും, ജയിപ്പിക്കാനും പറ്റും. അങ്ങനെ അവർ തകർത്ത് കളഞ്ഞാണത്. ഈ KC കോനോനല്ല നിർത്തിവിടാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ കാര്യം പറയാം. KC ഞങ്ങൾക്കൊരു പരാതിയില്ല, കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായിക്കോട്ടെ, സന്തോഷമുള്ളൂ. പക്ഷേ വോട്ട് വേണം, ഒരാൾക്കൊരു വോട്ടുള്ളൂ. അത് കോൺഗ്രസ് മനസ്സിലാകുന്നു, രാഹുൽ ഗാന്ധി മനസ്സിലാകുന്നില്ല. ഇപ്പം എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം, ഇന്ത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസ്, രാഹുൽ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശശി തരൂരിനെ ലിസ്റ്റ് കയറ്റിയില്ല. അതായത് തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കുന്നുണ്ട്.
ഇപ്പൊ ശശി തരൂരൊക്കെ തന്നോളം വളർന്ന ആൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ രാഹുലിനൊക്കെ ഒപ്പം വളർന്ന കഴിവ്, അവനേക്കാൾ പ്ലസ്സാണ് കഴിവ്. അദ്ദേഹം എന്താ ചിന്തയോ, ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന് വോട്ടർ ലിസ്റ്റ് പേര് ചേർത്ത് വോട്ട് ചെയ്ത് അന്ന് തന്നെ MP ആയി, അങ്ങ് 4 പ്രാവശ്യം MP ആയി, ഒരു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. ഇത്രയൊക്കെ ആഘോഷിച്ച് അർമാദിച്ച്. പക്ഷെ എൻ്റെ ശശി തരൂർജി, ഞാനൊരു കാര്യം പെട്ടെ, ഈ കമ്മിറ്റ്മെന്റ് വാക്ക് നിങ്ങളുടെ ഡിക്ഷൻ ഉണ്ടാവുമല്ലോ, കമ്മിറ്റ്മെന്റ് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ കമ്മിറ്റ്മെന്റ്? നിങ്ങൾ ഇംഗ്ലീഷ് അരിച്ചു കുടിച്ചാണല്ലോ, അല്ല പച്ച മലയാളം കടപ്പാടെന്നാണ്. ബാധ്യല്ല, കടപ്പാടും ബാധ്യം അർത്ഥം. ഞാൻ ബേസിക്കലി ഭാഷാ അധ്യാപകനാണ്. കടപ്പാടും ബാധ്യം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ കടപ്പാടെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോ പ്രവൃത്തിയുടെ മെയിൻ ഇഷ്യൂ, മെയിൻ പോയിന്റ് പാർട്ടിയുടെ നേട്ടമുള്ളതായിരിക്കണം. ഇത് രാജ്യരക്ഷയുടെ കാര്യം നമ്മളെല്ലാം ഇന്ത്യയോട് യോജിച്ച് നിൽക്കുകയാണ്. ആ സംശയമില്ല. മാതൃരാജ്യമാണ്, നമ്മുടെ ആത്മാഭിമാനമാണ്. ജീവനേക്കാൾ നമ്മൾ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നു, അതിലും സെറ്റില്ല. പക്ഷെ നിങ്ങൾ പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ മൗനം വിദ്വാനും ഭൂഷണം നിങ്ങൾ നയത്തിൽ നിൽക്കണം. തൃണമൂൽ കോൺഗ്രസ് അവർ വിട്ടില്ല, ആരും വിട്ടില്ല. മമതാ ബാനർജി അവർക്ക് കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിൾ ലേഡിയാണ്, അവർ വിട്ടില്ല ആരും. ഈ പ്രശ്നമുണ്ട് മനസ്സിലാക്കി അവർ മാറ്റുമത്. അതുപോലെ മാറ്റം കോൺഗ്രസ് രാഹുലിനെ കൊണ്ട് സാധിക്കുന്നില്ല. രാഹുൽ അങ്ങനെ പറഞ്ഞാൽ അന്ന് ശശി തരൂർ പോയി BJP പോവും, പാർട്ടി ധിക്കരിക്കും. അപ്പോൾ എന്താണ്, നമ്മളൊരു സദസ്സിലിരിക്കുകയാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേൽക്കേണ്ടാണ്. അല്ല, എൻ്റെ മരുമകൻ്റെ സദസ്സിലിരിക്കുകയാണ്, ഞാൻ അവിടെ കയറി സ്വാഭാവികം അവർ എഴുന്നേൽക്കും. നമുക്കറിയാം അവന് അസുരവിത്താണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ അവനോട് ഇരുന്നു പറഞ്ഞാൽ നമ്മൾ സദസ്സിൽ നാണം കെടില്ലല്ലോ. അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വേണ്ടിയില്ല, ശശി നോട്ട്. ഇതൊന്നും ഉപകാരത്തെത്തൂല്ല കോൺഗ്രസ്സേ. നിങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരേ ഒരു ആശ്രയം, ഒരേ ഒരു സാധ്യത. നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യാൻ 99% സാധ്യതയില്ല, 1%. നിങ്ങളെ ശശികുമാറില്ലേ കർണാടകയിലെ ശശികുമാർ, അദ്ദേഹത്തെ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് MP അല്ല, ഒന്നുകിൽ ഐക്യജനാധിപത്യ മുന്നണിയകത്ത് ഇന്ത്യ മുന്നണിയുടെ ചെയർമാനാക്കണം, അല്ലെങ്കിൽ AICയുടെ പ്രസിഡന്റ് ആക്കണം. അദ്ദേഹത്തെ ചുമതലയേൽപ്പിക്കണം. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി പോലെ ഗഡ്സ് ഉണ്ടെന്ന് ചില ഗുണ്ടായ്സ് അറിയാൻ വേണ്ടി എന്നാൽ പണം മുടക്കും, കോടീശ്വരം എല്ലാ നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി പൂവർമാൻ, പാവണമെന്നേ, വളരെ മര്യാദക്കാരനാണ്. മര്യാദ കൊണ്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ BJPയുടെ മുമ്പിൽ. വെട്ടമാനം പോത്തിനടുത്ത് വേദം ഓതിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ BJPയുടെ രീതി വെച്ചാൽ എങ്ങനെയും അധികാരത്തിൽ കയറാൻ ഉള്ള അധികം നിലനിർത്താൽ യാതൊരു പോളിസിയില്ല, യാതൊരു ഒരു തത്വമൊന്നുമില്ല. അത് പഴയതുകൊണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തേ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കാത്തത്? രാഹുൽ മാറി നിൽക്ക്, എന്നിട്ട് അദ്ദേഹം ഗാർഗിയൊന്നും മാറ്റി, എന്നിട്ട് അദ്ദേഹത്തെ ആക്ക് AICയുടെ പ്രസിഡന്റാക്ക്, അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ മുന്നണിയുടെ ചെയർമാനാക്ക്. ആക്കൂല, അങ്ങനെ നിന്ന് തോൽപ്പിച്ച് കളയും. കാരണം BJP സംബന്ധിച്ച് അല്ലെ സംഘപരിമാനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. കുറ്റം പറയുമ്പോൾ കുറ്റം പറഞ്ഞാൽ അപകടം അകത്ത് പോകണമെങ്കിൽ ആ കുറ്റം പറയല്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ നീണ്ടകരയിൽ ഒരു മണ്ണുണ്ടല്ലോ, ഇപ്പൊ കേസിക്കപ്പെട്ട് കിടന്ന ആ മണ്ണ് കിലോയ്ക്ക് 50 പൈസക്കാട്ടാണ് കൊണ്ടുപോകുന്നത്. 1 കിലോ മണ്ണിന് അവസാനം ലക്ഷങ്ങൾ കിട്ടുന്നതാണ്. ഇൽമനൈറ്റ് എന്നാണ് എൻ്റെ അറിവ്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലോകത്ത് നീണ്ടകര ചവറ ഭാഗത്ത് മാത്രമുള്ള സാധനമാണ്. ആ മണ്ണ് 10 കണക്കിൽ ലോഡി കയറ്റി കൊണ്ടുപോയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കോടികൾ സമ്പാദിക്കും. അതിലാണ് കൈക്കൂലി കൊടുത്തേക്ക്. എത്ര പേര് അതന്വേഷിച്ച് നമ്മുടെ ഇന്ത്യയായിട്ട് പങ്കുവരുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും വലിയ രാജ്യമാണ്, മൂന്നാം രാജ്യമാണ്. മറ്റേ ഇത് അങ്ങനെ ഒരുപടി മെച്ചമുള്ളതാണ് ഇന്ത്യ. ജനസംഖ്യ 1ാം സ്ഥാനത്തൊക്കെയാണ്. എത്ര രാജ്യങ്ങളിൽ അതിന് ഷെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് അഫ്ഗാനിസ്ഥാനിൽ ലിഥിയം എന്നൊരു സാധനം, അത് ഈ ഇലക്ട്രിക് മോട്ടോർ വാങ്ങി ബാറ്ററി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമുള്ളൂ ലോകത്ത്. ഇന്നലെ ആർക്കും വേണ്ടത് അഫ്ഗാനിസ്ഥാൻ. ചൈന പറഞ്ഞെത്തി, അമേരിക്ക പറഞ്ഞെത്തി, ഇന്ത്യ ഇപ്പം ബന്ധപ്പെടാൻ ശ്രമിക്കും. നല്ല കാര്യം, തെറ്റൊന്നുമില്ല, ഞാൻ കുറ്റപ്പെടുത്തിയല്ല അത്. അപ്പോൾ എന്താണ്, ശക്തിയും സമ്പത്തും ഉണ്ടെങ്കിൽ ആരും ബഹുമാനിക്കും, അംഗീകരിക്കും. ശക്തിയില്ലാത്ത ആരും, എവിടെ ശക്തിയുടെ അവിടെ അംഗീകാരമുണ്ട്. ശക്തിയില്ലാത്ത ആരും അംഗീകരിക്കില്ല.
പിന്നെ എന്താണ്, സമ്പത്തും വേണം. ശക്തി സമ്പത്തിൻ്റെ അപ്പോൾ ശക്തി തന്നെ വരുവാനും. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സമ്പത്ത് വന്ന്, അക്കാലം ശക്തി വന്ന്, അപ്പോൾ ഇത് പല രാജ്യങ്ങളും അംഗീകരിക്കാൻ തുടങ്ങി. ഇതേവരെ അവർ അംഗീകരിച്ചിട്ടില്ല. ഒരു ഒരു സ്വതന്ത്ര രാജ്യമായിട്ടൊന്നും ആരും അംഗീകരിച്ചില്ല, ഇന്ത്യ പോലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ അവരുടെ സഖ്യം ഉണ്ടാക്കുമ്പോൾ നല്ല കാര്യമാണത്. പക്ഷെ ഇവിടുത്തെ ഇന്നലെ വരെ പിന്നെ താലിബാൻകാർ എന്ന് പറഞ്ഞ നികൃഷ്ടജീവികൾ എന്ന് പറഞ്ഞവർക്കൊക്കെ അവർ പുകഴ്ത്തി പറയേണ്ടി വരുന്നു. വാസ്തവത്തിൽ താലിബാനൊക്കെ നമ്മൾ മുഴുവൻ അംഗീകരിക്കാനും പറ്റില്ല. കാരണം ഈ സ്ത്രീ വിഷയത്തിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഒരു പഴഞ്ചൻ 1500 വർഷം മുമ്പുള്ള ആ കാട സ്വഭാവം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് ആ വേഷവിധാനവും അത് ചിന്തയൊക്കെ ആ കാട സ്വഭാവം. ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീ സമൂഹത്തിന് മാന്യമായ രംഗത്ത് ഒരാൾ അവസരം കൊടുക്കാതെ എങ്ങനെ ആ രാജ്യം മുന്നോട്ട് പോകും? എന്നിട്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നോക്ക്, ജനസംഖ്യയിൽ കേരളത്തിൽ മുസ്ലിങ്ങളിൽ 3 മറ്റേ ഉള്ളൂ. പക്ഷേ അവർ കുറച്ചുകൂടെ ഉയർന്നില്ല. അവർ സ്വതന്ത്രമായിട്ട് അവരുടെ പകുതി ജനസംഖ്യയിലെ സ്ത്രീകൾക്ക് അവസരം കൊടുക്കാണ്, രംഗത്ത് വരുത്താണ്. അപ്പം അതിനതിൻ്റെതായ പോരായ്മയുണ്ട്, അത് വേറെ കാര്യം, അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾ ഈ അടുത്ത കാലത്താണ് 10 പേരോ അതിലും വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പോലും മുസ്ലിങ്ങൾ. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ഫത്വ ഇറക്കിയ അന്നത്തെ ഉലമാക്കൾ, പുരോഹിതന്മാർ, ഉമ്മറാക്കൾ, ഭരണകർത്താക്കൾ അവർ ഫത്വ ഇറക്കി. ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പോട്ടാണ് ചെയ്തത്. അത് ആത്മാർത്ഥമാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബ്രിട്ടീഷുകാരോട് എതിർപ്പോട് പറഞ്ഞ്. പക്ഷെ അതുകൊണ്ട് ഈ സമുദായം കൊടുത്ത വില ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ സമയസമയം ചെയ്തില്ല അതിൻ്റെ ദൂഷ്യം. ഇന്നിപ്പോൾ ഇന്ത്യ എത്ര വളർന്നാലും അമേരിക്കയിലൊത്തും ആവില്ല. നമ്മൾ 100 വളരുമ്പോൾ അമേരിക്ക 500 വളരും. നമ്മൾ 500 അവർ 5000 ആവും. അത് ഒരിക്കലും അമേരിക്കയുടെ വളർച്ചയോടൊപ്പം ഇന്ത്യക്ക് ആകാൻ പറ്റില്ല. കാരണം ആ ജനറേഷൻ ഗ്യാപ്പ് തമ്മിൽ ഇതാണ് ആ ഗ്യാപ്പ് വന്നുപോയി. ആ ഒരു ക്ഷീണം ഇന്നും മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിൽ മാറ്റിയില്ല. അന്ന് ആ ഫത്വ ഇറക്കിയത് അന്നത്തെ ഉലമാക്കളും ഉമറാക്കളും ആത്മാർത്ഥ കൊണ്ടാണെങ്കിലും രാജ്യസ്നേഹം കൊണ്ടാണെങ്കിലും അത് ചെയ്ത് സമുദായത്തെ പറ്റി എത്ര വലിയ വഞ്ചനയായിപ്പോയെന്ന് അറിയോ, അല്ലെങ്കിൽ ചതിവായിപ്പോൾ അറിയോ? അതിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരെ തീർത്തോ, ഒരു കുഴപ്പമില്ല. അതുപോലെ ഭാഷ തന്നെ എതിർക്കും. അതാണ് പറഞ്ഞത്. സംസ്കൃത ഭാഷ ചാലക്കുടി കാലടിയിൽ സർവകലാശാല തുടങ്ങി. നമുക്ക് യാതൊരു ഇഷ്ടപോലെ എതിർപ്പില്ല. കാരണം ഏത് ഭാഷ പഠിക്കുന്നാലാണ്. പക്ഷെ അതേ സ്ഥാനത്ത് എന്ത് അറബി തുടങ്ങിയില്ല? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ താലിബാനാണ് മറ്റു മറിച്ചാണെന്നൊക്കെ പറഞ്ഞൊന്നും ഇനി ഇന്ത്യയിലെ സംഘനുഭാവികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ പുരോഗമനവാദികൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അവരായിട്ട് വളരെ അടുപ്പം ചെയ്യാൻ പോകണം. അതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ എത്ര അമേരിക്ക അവിടെ 3,60,000 പേരോളം കൊന്ന്, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് കോടി ഡോളർ ചിലവാക്കി. അവിടെ തോപ്പിട്ട് പോയി കഴിഞ്ഞ് ഒരു ഭരണം കിട്ടിയപ്പോഴില്ല ഏറ്റവും ആദ്യം സ്വീകരിച്ച അമേരിക്കയാണ്. കാരണം ഈ ലിഥിയം ഉള്ളത് അവിടെയാണ്. അധികാരം എവിടെയുണ്ട് അവിടെ ആളുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പണം എവിടെയുണ്ടോ ആളുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ശക്തി എവിടെയുണ്ട് അവിടെ ആളുണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ ലിഥിയം കണ്ടുപിടിച്ചോളില്ലോ അമേരിക്കയായി, ഇപ്പോൾ ചൈനയായി, ഇപ്പോൾ നമ്മൾ ഇന്ത്യയായി, ഇനി പല രാജ്യങ്ങളും എതിർക്കും. കാരണം സാധനം വേറെ ഇല്ലെന്നേ. ഇനി എല്ലാം ഇലക്ട്രിക് വാഹനം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രകൃതി മേലിനെ ഉള്ളതുകൊണ്ട് ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ശശി തരൂരിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ UDF എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നയിക്കുന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ACCയുടെ ഗാർഗെ, നിങ്ങൾ ധൈര്യമായിട്ട് ഒരു കാര്യം തീരുമാനിക്കണം. അതായത് 10,000 അച്ചടക്കമില്ലാത്ത അണികളും 1,000 അച്ചടക്കം അണിയുണ്ടെങ്കിൽ 1000 അച്ചടക്ക പണിയാണ് ജയിക്കുള്ളൂ, മറ്റു ജയിക്കില്ല. അതിൽ അച്ചടക്കം ഇല്ലാത്ത പാർട്ടിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ നല്ല വാക്കുറച്ച് വിട്ടേക്കണം. ശശി തരൂർ പോയതോട് ഇപ്പോൾ ആകാശം ഇടിച്ച് വീഴുന്നില്ല. ഒരു യൂണിറ്റ് പോലും പുള്ളി ട്രിവാൻഡ്രത്തുണ്ടാക്കിയിട്ടില്ല. ഈ കോൺഗ്രസും അവിടുത്തെ മുസ്ലിങ്ങൾ ഈ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കുറച്ച് ക്രിസ്ത്യാനികളെത്തിയും കത്തിലേക്ക് വോട്ട് ചെയ്താണ് ഇയാൾ ജയിപ്പിച്ചിരിക്കുന്നത്. അല്ല കോൺഗ്രസ് വോട്ടുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം മാറിയതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ വലിയൊരു ക്ഷീണവും പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തേക്കാൾ വലിയ ആളായിരുന്നു KV തോമസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ. സംശയമുണ്ടോ? PC ചാക്കോ മോശക്കാരനായിരുന്നില്ല. ഇദ്ദേഹത്തേക്കാൾ രാഷ്ട്രീയപരമുള്ളതാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ മറ്റാളുകൾ പോയില്ല, മലയാളം സംസാരിക്കാത്ത ഒരാളല്ലേ തൃശ്ശൂർക്കാരും. അവരൊക്കെ പോയിട്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് ഒന്നും സംഭവിച്ചില്ല. KV തോമസ് മാഷ് ഒറ്റപ്പെട്ടെന്നല്ല, PC ചാക്കോ ഒറ്റപ്പെട്ടെന്നല്ലാതെ ഒന്നും കോൺഗ്രസ് സംഭവിച്ചില്ല. അങ്ങനെ പാർട്ടിക്ക് അച്ചടക്കമില്ലാത്ത, പാർട്ടി വളയത്തിൽ നിൽക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് തലക്ക് മീതെ വീടിന് ദൂഷ്യമാണെങ്കിൽ വീടിന് മുകളിൽ വന്ന പനി എന്താണ് സ്വർണ്ണ മരാണെങ്കിൽ വെട്ടണമെന്ന് പറയുമ്പോൾ
ശശി തരൂർ ഇപ്പോൾ ഏതാണ്ട് പാർട്ടി വഴങ്ങുന്നില്ല. പുള്ളി പറയുന്നത് പുള്ളിയുടെ പ്രത്യേക പോളിസിയാണ്. ഞാൻ അങ്ങനെ എൻ്റെ വ്യക്തിയായിട്ട് കാര്യമാണ്, ആരെയും എനിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ അവർക്ക് മുകളിലാണ് എന്നൊരു ചിന്ത വന്നപ്പോൾ, ഞാനാണ് വലിയ എന്നൊരു ചിന്ത മനസ്സിൽ വന്ന് തീർന്നതോടി, ഞാനാണ് എല്ലാം അറിയുന്നവൻ എന്ന് ചിന്തിച്ച തീർന്നതോടി പറ്റി ഒരു വ്യക്തി നിലയിൽ ശശി തരൂർ അല്പം തൽക്കാലം കാണിക്കുന്നു. എല്ലാവരും പുള്ളിക്ക് താഴെയാണെന്നാണ്, അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും മുകളിലാണെന്നാണ്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ തീർന്ന ഒരു വളർച്ച. ഇപ്പം ശശി തരൂർ മാറി BJP പോകുന്നു പറയാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പോകുന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടപ്പെടുന്നേ. പാർട്ടിയിൽ ഒന്നുകിൽ പാർട്ടിക്ക് വിധേയമായിട്ട് രണ്ടാണ്, വിധേയത്തെ വരെ വിധേയമായിട്ട് നിൽക്കണം, പാർട്ടിക്ക് അനുകൂലമായി നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി വിട്ടുപോകാം എന്ന് പറയാൻ ധൈര്യമുള്ള ആരുള്ള? രാഹുൽ പറയില്ല, അതിന് കപ്പാസിറ്റി ഇല്ല. ഗാർഗ് ഒട്ടും പറയില്ല. ഒരു സവർണനായ നായരോട് പുലയനായ ഗാർഗെ പറയുമോ? ഗാർഗ് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? പണം ഉണ്ടായാൽ മാത്രമല്ല, പവർ വേണം. അതിന് പറയാൻ കഴിവുള്ള ആൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചത്, കോൺഗ്രസ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ കർണാടകക്കാരൻ അദ്ദേഹമാണ് ശിവകുമാർ. നിങ്ങൾ അവസരം കൊടുത്താൽ, നിങ്ങൾ AC പ്രസിഡന്റ് ആക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ ചെയർമാൻ ആക്കിയാൽ, അദ്ദേഹം പറയും ശശിധരനോട് ഇരിക്കണം അവിടെ എന്ന് പറയും. അതിന് കപ്പാസിറ്റി ഉണ്ട്, പണമുണ്ട്, എല്ലാം ഇതുണ്ട്. വിദേശ എട്ടപ്പുറത്തെങ്കിലും അത് നിങ്ങളാക്കുമോ? നിങ്ങളാക്കില്ല. മാത്രം നിങ്ങൾ ആരെയാക്കുന്നത്? KC വേണമല്ല പോലെ ഒരു നിലക്കും ഒരു എക്സ്ട്രാ യോഗ്യത ഇല്ലാത്ത ഒരാളെ വയ്ക്കും, അല്ലെങ്കിൽ ഒന്നും വേണ്ടാത്ത തന്നെ നിൽക്കാൻ പറ്റാത്ത ഗാർഗയെ വയ്ക്കും. അതാ മുസ്ലിം ലീഗ് കാണിക്കുന്നതിനാണ് കുഞ്ഞാക്ക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അഹമ്മദ് കബീറിന് മിടുക്കനായ ഒരു സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാക്കാരൻ, ഒരു പൊളിറ്റീഷ്യനായിരുന്നു. അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു രാഷ്ട്രമീമാംസയിൽപ്പെടുത്താം, അത്ര കപ്പാസിറ്റി ഉള്ള ആളാ. പക്ഷെ കുഞ്ഞാക്ക രാഷ്ട്രമീമാംസ ഒന്നുമില്ല. ആ പണത്തിൻ്റെയും MP കഴിവ് മാത്രമേ ഉള്ളൂ. ഒതുക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചു കളഞ്ഞ്, തകർത്ത് കളഞ്ഞത് കോൺഗ്രസ് ലീഗിനെ. ഞാൻ പേര് മാറ്റൂല. ഇതൊക്കെയാണ് സത്യം. ഈ സത്യം വിളിച്ചു പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല. പാമ്പിൻ്റെ ഏരിയയാണ് തവളയെ രക്ഷിച്ച് പാമ്പിന് ഇഷ്ടാവോ? തവളയേക്കാൾ ശക്തമാണ് പാമ്പ്, അപ്പോൾ ശത്രുത ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് എന്തുണ്ടാക്കാനാ? ഒരു ചുക്കും ഞാൻ നമുക്ക് പേടിക്കാനില്ല. ഉള്ളിൽ ആകാശം, താഴെ ഭൂമി. പിന്നെ ആകെ പേടി 2 വർഗത്തെ മാത്രമേ ഉള്ളൂ. ഒന്ന് ജനങ്ങളെ, മറ്റൊന്ന് അള്ളാഹുവിനെ, ദൈവത്തെ. വേറെ ആർക്കും നമ്മൾ ഭയത്തും, ഒരു നേതാവിനും ഭയമില്ല, ഒരു പോലീസിനും ഭയമില്ല, പട്ടാളത്തിനും ഭയമില്ല. കാരണം നമ്മൾ നിയമത്തിന് വിധേയമായിട്ടല്ലാതെ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ നമ്മളൊരു ചിന്ത പോലും വരില്ല, വലിയ പ്രവൃത്തി. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും UDFിലേക്ക് ഈഴവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു 40% വോട്ടിൽ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. കവിക്കുട്ടി